എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടിയിരിക്കുകയാണ്. 4 മാസത്തേക്ക് കൂടിയാണ് സസ്പെൻഷൻ നീട്ടിയത്. സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ് റഹീസ്. ഇന്നലെ ഈ മല്ലു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഹിന്ദു കൂട്ടായ്മയും മുസ്ലിം കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പുറത്തുപോയ ഗോപാലകൃഷ്ണൻ അകത്ത് കയറി. പക്ഷേ ആ സമയത്ത് പുറത്തുപോയ പ്രശാന്ത് ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുകയാണ്. മാത്രവുമല്ല 4 മാസം കൂടി സസ്പെൻഷൻ നീട്ടിയടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്താണ് ഈ സസ്പെൻഷൻ നീട്ടാനുള്ള കാരണം? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. സ്വാഭാവികമായും സസ്പെൻഷൻ ഉത്തരവ് നൽകി അല്ലെങ്കിൽ സസ്പെൻഷനിൽ കഴിയുന്ന സമയത്തും സർക്കാരിനോട് മെരുങ്ങാതെ ചീഫ് സെക്രട്ടറിക്ക് വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ചില വ്യക്തതകൾ സസ്പെൻഷനിൽ എന്തുകൊണ്ട് സസ്പെൻഷൻ തന്നു, എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ച് വീണ്ടും വ്യക്തത തേടി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ സമീപിക്കുകയാണ് പ്രശാന്ത് ചെയ്തത്. സ്വാഭാവികമായും അതൊക്കെ കൊണ്ടായിരിക്കാം ഗോപാലകൃഷ്ണൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടും എൻ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല 120 ദിവസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടുകയാണ് എന്നാണ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഒപ്പം 3 ഉത്തരവാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് അല്പസമയം ലഭിച്ചത്. അതിലൊന്ന് പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നീട്ടുന്നു എന്നതാണ്. രണ്ടാമത്തത് നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ ഗോപാലകൃഷ്ണൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്നതാണ്. മറ്റൊന്ന് കൃഷി വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ബി അശോകിനെ ലോക്കൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഒരു കമ്മീഷൻ്റെ തലപ്പത്തേക്ക് നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ തലപ്പത്തേക്ക് അദ്ദേഹത്തെ നിയമിച്ചത് മന്ത്രി പോലും അറിയാതെയാണ് എന്ന ഒരു വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ചില വൻകിട പദ്ധതികൾ ബി അശോകിൻ്റെ അണ്ടറിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ബി അശോകിനെ മന്ത്രി പോലും അറിയാതെ മാറ്റി എന്നൊക്കെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. മാറ്റി എന്നത് വ്യക്തമാണ്, പക്ഷേ അതിൽ മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനകത്തും ചില IAS ഉദ്യോഗസ്ഥർക്കെതിരെ IAS ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ചേരിപ്പോരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബി അശോക് എൻ പ്രശാന്തിനെ ഒപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് എന്നാണ് പൊതുവെയുള്ളൊരു സംസാരം. സ്വാഭാവികമായും ഇപ്പോൾ സെക്രട്ടേറിയറ്റിലാണ് ബി അശോകിൻ്റെ ഓഫീസുള്ളത്. ഈ കമ്മീഷനിലേക്ക് മാറുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പുറത്തേക്ക് അശോകന് മാറേണ്ടി വരും. അപ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് ഏതെങ്കിലും നീക്കങ്ങൾ പ്രശാന്തിന് അനുകൂലമായി നടത്താൻ ഉള്ള ഒരു ശ്രമം ബി അശോക് നടത്തുന്നുണ്ടെന്നും അതറിഞ്ഞ് സർക്കാർ നടത്തിയ മാറ്റമാണ് എന്നൊക്കെ കഥകളുണ്ട്. എന്തായാലും ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് ഇതിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് ഏറ്റവും കടുത്ത ഒരു അച്ചടക്ക ലംഘനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ഗോപാലകൃഷ്ണനാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. കാരണം അദ്ദേഹം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് പിന്നീട് അത് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പോലീസിന് മുമ്പിൽ ഫോൺ സബ്മിറ്റ് ചെയ്തപ്പോൾ റീസെറ്റ് ചെയ്ത് അതിനകത്തുള്ള മുഴുവൻ ഡേറ്റകളും കളയാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട അദ്ദേഹം അകത്തേക്ക് വരുന്നു എന്നതാണ്. റഹീസാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും റഹീസ്, എൻ പ്രശാന്തിന് കാത്തിരിക്കേണ്ടി വരും. പ്രശാന്ത് IAS 4 മാസം കൂടി സസ്പെൻഷനിൽ തുടരും. അതേസമയം ഗോപാലകൃഷ്ണൻ, പ്രശാന്തിനോടൊപ്പം പുറത്തു വന്ന ഗോപാലകൃഷ്ണൻ സർവീസിനകത്തും പുറത്തുപോയ എൻ പ്രശാന്ത് സർവീസിന് പുറത്തുമായിട്ട് ഇനി കഴിയും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവിലും മനസ്സിലാകുന്നത്. ഇതിലൊരു നീതികേടുണ്ട് എന്നാണ് പ്രശാന്ത് പറയുന്നത്. ചീഫ് സെക്രട്ടറിയെ തന്നെ ചീഫ് സെക്രട്ടറിക്കെതിരെ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിയും പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക. സർക്കാരിന് മെരുങ്ങുന്നില്ലെങ്കിൽ പുറത്തു നിന്നാൽ മതി എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ എൻ പ്രശാന്ത് പറയുന്നത്, നിങ്ങൾ മല്ലു വാട്സപ്പ് കൂട്ടായ്മയിലെ ഗോപാലകൃഷ്ണൻ ചെയ്തതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് തോന്നിയാലും